കള്ളവോട്ട് വിവാദം വീണ്ടും ശക്തിപ്പെടുകയാണ്. കല്യാശ്ശേരിയിൽ കള്ളവോട്ട് നടന്നു. അത് സിപിഎമ്മിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ ഒന്നാം പ്രതിക്ക് കേസെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ഓരോ മണ്ഡലത്തിലെയും ഉദ്യോഗസ്ഥന്മാർ, ഇതിൻ്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ഈ വോട്ട് ചെയ്യാൻ പോകുന്നവരോടൊപ്പം പോകാം, അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവിടെ ഒന്നിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് പോകാം. ഇപ്പോൾ യഥാർത്ഥത്തിൽ 85 വയസ്സ് കഴിഞ്ഞു, കണ്ണ് കാണുന്നില്ല. അവർക്ക് പരസഹായം തേടാം. പരസഹായം തേടിക്കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതെങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത്? പരസഹായം തേടിയതാണോ, അവരുടെ ബന്ധുക്കളാണോ? ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഒരു വോട്ടിൽ വന്ന പ്രശ്നം, വോട്ടാകെ ഇതാണ്. ഒരു ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ വന്നിട്ടുള്ളൊരു പ്രശ്നത്തെ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വോട്ടവകാശത്തിൻ്റെ രീതിയാണെന്ന് വ്യാഖ്യാനിച്ചാൽ എത്ര പരമാബദ്ധമാണ്. ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി നിയമപരമായ നടപടികൾ സ്വീകരിക്കുക. അതാണല്ലോ ചെയ്യേണ്ടത്. ഇവിടെ അത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് നീതിപൂർവമായി തിരഞ്ഞെടുപ്പ് നടക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആരെയെങ്കിലും നിർബന്ധിച്ചോ തെറ്റായ നിലയിൽ വോട്ട് ചെയ്യേണ്ടോ ആവശ്യങ്ങളില്ല. ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയപ്പാടുമില്ല. ഭയപ്പാടുള്ളവരാണിത് പേടിച്ച് നിലവിളിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചെറിയ സംഭവത്തെ കേരളം മുഴുവൻ ഇങ്ങനെയാണ്. അത്രയല്ലേ വോട്ടുള്ളൂ. ഈ ഇവിടെ വീടുകളിൽ ചെന്ന് ചെയ്യിക്കുന്ന വോട്ട്, അതിന് ബഹളം വെക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? ഭയമാണ് അവർക്ക്. അവർ ജനങ്ങളെ ഭയപ്പെടുകയാണ്, ജനങ്ങൾ അവർക്കെതിരാണ്. അതിൻ്റെ ഒരു പ്രതികരണമാണ് അവരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ ഒരൊറ്റപ്പെട്ടൊരു സംഭവമല്ലേ? എത്ര വോട്ട് അവർ ചെയ്യിച്ചു? പിന്നെ ഉണ്ടായിട്ടൊരവസരം അത് അവർക്ക് കണ്ണ് കാണുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിൻ്റെ നിങ്ങളുടെ പത്രങ്ങളിലും ഈ ചാനലിലും വന്നിരിക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കെ സുധാകരൻ, അദ്ദേഹത്തിന് ചെറിയൊരു വിഷമമുണ്ട്. ആ വിഷമം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചിലതൊക്കെ പറഞ്ഞേക്കും. അത് ഗൗരവമായി എടുക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഞാനതാ മനസ്സിലാക്കുന്നത്. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്ത് കാര്യം അവിടെ പോയി ഒരാളെ ഒരു വോട്ട് കൊണ്ട് എന്താവാ? അല്ല, ഇതെന്താ എണ്ണി തീർന്നതാ? തുടക്കല്ലേ ആയിരിക്കും. എനിക്കാരാണ് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്താണ് ഇത്? ഒരു വോട്ട് ഒരു വ്യക്തിയാണ്. അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കെല്ലാം അന്വേഷിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. അതൊരു ഒറ്റപ്പെട്ട ഒരു ചെറിയ സംഭവമാണ്. അതാണ് കേരളം മുഴുവൻ എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ?